പ്രിയരെ നമസ്കാരം. ഒരിക്കൽ ബ്രഹ്മാവും വിഷ്ണുവും അനന്തമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. എല്ലാ തരത്തിലും അവരുടെ പ്രവർത്തനങ്ങൾ അനന്തമാണ്. അവർ നിശബ്ദരായിരിക്കുമ്പോൾ ആയിരക്കണക്കിന് വർഷങ്ങളോളം ഒരു വാക്കുപോലും പരസ്പരം ഉരിയാടാറില്ല. അവർ വീണ്ടും സംസാരിക്കുമ്പോൾ ആയിരക്കണക്കിന് വർഷങ്ങളോളം തടസ്സമില്ലാതെ സംസാരിക്കുവാനും കഴിയും. ഈ അവസരത്തിൽ അവർ അവരുടെ ജനന മരണരഹിതമായ സംഭാഷണങ്ങളിൽ ആസ്വദിക്കുകയായിരുന്നു. പൊടുന്നനെ അവർക്കിടയിൽ ശിവൻ പ്രത്യക്ഷപ്പെട്ടു. ചില കാരണങ്ങളാൽ ശിവൻ വളരെ പരുക്കൻ സ്വഭാവം കൈക്കൊള്ളുന്ന വ്യക്തിത്വമാണ്. ആ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹത്തെക്കുറിച്ചുള്ള മിക്കവാറും കാര്യങ്ങളും അപരിചിതമായിരുന്നു. മറ്റു പ്രപഞ്ച ദൈവങ്ങളെപ്പോലെ ശിവന് വേണ്ടത്ര മിനുക്കം ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ തലയോട്ടികളുടെ മാലയുണ്ട്. പാമ്പുകളാൽ ശരീരം അലങ്കരിക്കപ്പെട്ടിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ടവർ ഭൂതഗണാദികളാണ്. പ്രിയപ്പെട്ട വാസസ്ഥലം ശ്മശാനമാകുന്നു. ശിവന്റെ മര്യാദകളും അക്കാലഘട്ടത്തിൽ പരിഷ്കരിക്കപ്പെട്ടിട്ടില്ല. അദ്ദേഹം സൗഹാർദ്ദപരമായ പ്രകൃതമല്ല എന്ന് വിലയിരുത്താം. ഈ അസാധാരണത്വം നിറഞ്ഞ വേഷഭൂഷാദികളിലാണ് ശിവൻ ബ്രഹ്മാവിൻ്റെയും വിഷ്ണുവിൻ്റെയും അടുക്കിലേക്ക് ആഗതനായത്. വിഷ്ണു ശിവനെ തിരിച്ചറിഞ്ഞു. പക്ഷേ ബ്രഹ്മാവിന് കഴിഞ്ഞില്ല. വാസ്തവത്തിൽ ബ്രഹ്മാവ് വലിഞ്ഞു കയറി വന്ന ഒരു വ്യക്തിയോടെന്ന പോലെ കോപിച്ചു. നിനക്കെങ്ങനെ ധൈര്യം വന്നു ഞങ്ങളുടെ മുൻപിൽ വന്നു നിൽക്കുവാൻ? ബ്രഹ്മാവ് ആക്രോശിച്ചു. ഞങ്ങൾ രണ്ട് പ്രാപഞ്ചിക ദൈവങ്ങളാണ്. അത്തരക്കാരുടെ മുൻപിലേക്ക് കടന്നു വരുമ്പോൾ ചില സാമാന്യ മര്യാദകളില്ലേ? നിങ്ങൾക്ക് ശിവനെ തിരിച്ചറിയുവാൻ കഴിയുന്നില്ലേ ദേവാ? വിഷ്ണു ആശ്ചര്യത്തോടെ ബ്രഹ്മാവിനോട് ചോദിച്ചു. അല്ല, അത് ശിവനല്ല, ബ്രഹ്മാവ് തർക്കിച്ചു. അനുനിമിഷം ശിവൻ തൻ്റെ തൃക്കൺ തുറന്നു. ദൈവമേ! പൊടുന്നനെ ബ്രഹ്മാവ് അന്താളിച്ചു. അതെ, നിങ്ങൾ ശിവനാണ്. ദയവായി എന്നോട് ക്ഷമിക്കൂ, ദയവായി ക്ഷമിക്കൂ. ശിവന്റെ തൃക്കണ്ണിൻ്റെ അനന്തര ഫലങ്ങൾ തിരിച്ചറിയാവുന്ന ബ്രഹ്മാവ് വിലപിച്ചു. ബ്രഹ്മാവിൻ്റെ ദയനീയ അവസ്ഥ കണ്ട ശിവൻ, ശരി, ഞാൻ താങ്കളോട് ക്ഷമിച്ചിരിക്കുന്നു. ബ്രഹ്മാവ് തന്നെ അപമാനിച്ചപ്പോൾ ശിവന് അരിശം അടക്കാനായില്ല. ശിവൻ തൻ്റെ തൃക്കൺ തുറന്ന് ബ്രഹ്മാവിനെ സംഹരിക്കാൻ മുതിർന്നു. എന്നാൽ ബ്രഹ്മാവ് ദ്രുതഗതിയിൽ അപകടം തിരിച്ചറിഞ്ഞ് ക്ഷമ ചോദിച്ചപ്പോൾ ശിവന്റെ കരുണയുടെ വശം പൊടുന്നനെ പ്രകടമായി. അദ്ദേഹം ബ്രഹ്മാവിനോട് നിരുപാധികം ക്ഷമിച്ചു. എന്നിട്ടും വിദൂരകാല വിപത്തുകളെ ഓർത്ത് ബ്രഹ്മാവ് പൂർണ്ണമായി തൃപ്തനായില്ല. അദ്ദേഹം ശിവനോട് കെഞ്ചി, താങ്കൾ എന്നോട് ക്ഷമിച്ചുവെന്ന് തെളിയിച്ചു തരണം. താങ്കൾക്ക് എന്ത് തെളിവാണ് നൽകേണ്ടത്? ശിവന് മനസ്സിലായില്ല. താങ്കൾ എൻ്റെ കുടുംബത്തിൽ അവതാരമെടുക്കണം. ബ്രഹ്മാവ് നിർദ്ദേശിച്ചു. താങ്കൾ എൻ്റെ മകനായി പിറക്കണം. കൊള്ളാം, നല്ല ആശയം. ഞാൻ നിങ്ങളുടെ കുടുംബത്തിൽ അവതാരമെടുക്കും. നിങ്ങളുടെ മകനായി പിറവികൊള്ളും. ബ്രഹ്മാവിൻ്റെ പുത്രനായി ശിവൻ ഭൂമിയിൽ ജനിക്കുമെന്ന് ഉറപ്പു നൽകിയ ശേഷം ശിവൻ വിഷ്ണുവിൻ്റെയും ബ്രഹ്മാവിൻ്റെയും സന്നിധി വിട്ടു. അത്രയും കാലം ഇരുവരും സംസാരിച്ചിരുന്നതിനാൽ രണ്ടുപേരും ആകെ തളർന്നിരിക്കുന്ന സാഹചര്യം. വിഷ്ണു പറയുന്നു, ഞാൻ അല്പം വിശ്രമിക്കട്ടെ. ബ്രഹ്മാവും അതിനെ അനുകൂലിച്ചു. വളരെ ചെറിയ സമയത്തേക്കാണെങ്കിൽ പോലും ഞാനും വിശ്രമം ആസ്വദിക്കട്ടെ. വിഷ്ണു ശയിച്ചയുടനെ അഗാധമായ നിദ്രയിലേക്ക് വഴുതുകയും കൂർക്കം വലി തുടങ്ങുകയും ചെയ്തു. ആ സന്ദർഭത്തിൽ അദ്ദേഹം പൂർണ്ണമായും മറ്റൊരു ലോകത്തായിരിക്കും. ബ്രഹ്മാവും വിഷ്ണുവിൻ്റെ സമീപത്ത് തന്നെ ശയിച്ചു. പ്രായോഗികമായി ഇരുവരും അടുത്തു തന്നെ എന്ന് അനുമാനിക്കാം. ബ്രഹ്മാവ് അപ്പോഴും അർദ്ധമയക്കത്തിലായിരുന്നു. വിഷ്ണു ഉറങ്ങിയ സന്ദർഭത്തിൽ കൗതുകകരമായ എന്തോ സംഭവിച്ചു. അദ്ദേഹത്തിൻ്റെ ചെവിയിൽ നിന്നും ഒരു ചെറിയ ജീവി പുറത്തേക്ക് വന്നു. ആ ജീവി അല്പം തേൻ നുകരുവാൻ കൊതിച്ചു. ഏതാനും സമയത്തിനുള്ളിൽ വിഷ്ണു ഉണരുന്നതിന് മുൻപായി തന്നെ മറുവശത്തെ ചെവിയിൽ നിന്നും മറ്റൊരു ജീവി കൂടെ പുറത്തേക്ക് വന്നു. ഈ ജീവി ഒരു പ്രാണിയെപ്പോലെയായിരുന്നു. ഒരു പ്രാണിയുടെ സ്വഭാവം തന്നെ പൊതുവെ കടിക്കുകയെന്നതാണ്. അതിനാൽ ആ ജീവി ബ്രഹ്മാവിനെ കടിക്കുവാൻ ആഗ്രഹിച്ചു. വിഷ്ണുവിൻ്റെ ചെവിയിൽ നിന്ന് ഉത്ഭവിച്ച ഈ രണ്ടു ജീവികളും ശത്രുക്കളായ ശക്തികൾ അഥവാ ഭൂതങ്ങളാണ്. മധു, കൈതബൻ എന്നായിരുന്നു അവരുടെ പേരുകൾ. മധു എന്നാൽ തേൻ എന്നും കൈതബൻ എന്നാൽ പ്രാണി എന്നും അർത്ഥം വരുന്നു. നമ്മുടെ ഭാരതീയ പുരാണങ്ങളിൽ ഈ രണ്ട് പേരുകൾ നിറഞ്ഞിരിക്കുന്നുണ്ട്. മധുവും കൈതബനും തങ്ങൾക്ക് ഏറ്റവും അടുത്തുള്ള വ്യക്തി ബ്രഹ്മാവാണെന്ന് കണ്ടെത്തി. അതിനാൽ അദ്ദേഹത്തെ വധിക്കുവാൻ തുനിഞ്ഞു. അവർ ദുഷ്ടരൂപികളായി മാറി. ഒന്ന് പ്രാണിയെപ്പോലെയും മറ്റൊന്ന് വളരെ ചെറുതുമാണെങ്കിലും ഭൂതങ്ങൾക്ക് അവർ ആഗ്രഹിക്കുന്ന ഏത് രൂപവും സ്വീകരിക്കുവാൻ കഴിയും. അങ്ങനെ മധുവും കൈതബനും പൊടുന്നനെ അജാനബാഹുക്കളായി രൂപമെടുത്തു. അവർ വളരെ വൃത്തികെട്ടതും അസഹനീയമായതും തടിച്ചതുമായ രൂപം സ്വീകരിച്ചു. ഭീമാകാരവും തടിച്ചതുമായ ഈ രൂപങ്ങൾ സ്വീകരിച്ച ശേഷം മധുവും കൈതബനും ബ്രഹ്മാവിനെ തടഞ്ഞു നിർത്തി യുദ്ധം ചെയ്യുവാൻ തുടങ്ങി. നിങ്ങൾ എന്താണ് പ്രവർത്തിക്കുന്നത്? ബ്രഹ്മാവ് ആക്രോശിച്ചുകൊണ്ട് അവരുമായി പൊരുതി. പക്ഷേ അവർക്ക് പരസ്പരം പരാജയപ്പെടുത്തുവാനോ നിഗ്രഹിക്കുവാനോ കഴിഞ്ഞില്ല. പൊടുന്നനെ വിഷ്ണു ആ സാഹചര്യത്തിലേക്ക് കടന്നു വന്ന് രോഷം പ്രകടിപ്പിച്ചു. എൻ്റെ ശരീരത്തിൽ നിന്ന് നിങ്ങൾ രണ്ടുപേരും പുറത്തു വന്നതല്ലേ? ഇങ്ങനെയാണോ മറ്റുള്ളവരോട് പെരുമാറേണ്ടത്?
വിഷ്ണുവിൻ്റെ ശബ്ദം ഇടിനാദം പോലെ മുഴങ്ങി. ശേഷം വിഷ്ണു തന്നെ ഇരുഭൂതങ്ങളെയും കാലപുരിക്കയച്ചു. മധു കൈതവന്മാരുടെ ഹത്യയിനാൽ ബ്രഹ്മാവ് ആനന്ദിക്കുന്നു. അദ്ദേഹം ധ്യാനിക്കാൻ തുടങ്ങി. ശിവൻ എൻ്റെ കുടുംബത്തിൽ അവതാരമെടുക്കുമെന്ന് വാഗ്ദാനം ചെയ്തിരുന്നു. അദ്ദേഹം എൻ്റെ പുത്രനായി ജനിക്കുമെന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ നുണപ്രവചനം നോക്കൂ. ഒരിക്കൽ പോലും ശിവൻ തൻ്റെ വാഗ്ദാനങ്ങൾ പാലിക്കുന്നില്ല. ഒരു നിമിഷം ആലോചിച്ചുകൊണ്ട് ബ്രഹ്മാവ് തൻ്റെ തപസ് തുടർന്നു. ഞാൻ ശിവനോട് പ്രാർത്ഥിക്കുകയും അദ്ദേഹത്തിൻ്റെ വാഗ്ദാനത്തെക്കുറിച്ച് വീണ്ടും ഓർമ്മിപ്പിക്കുകയും വേണം. എൻ്റെ മകനായി എൻ്റെ അടുക്കൽ വരുമെന്ന് വാഗ്ദാനം ചെയ്തിരുന്നു. അങ്ങനെ ബ്രഹ്മാവ് 5000 വർഷം ശിവനോട് പ്രാർത്ഥിച്ചു. പക്ഷേ ശിവൻ പ്രത്യക്ഷപ്പെട്ടില്ല. ശിവൻ തൻ്റെ വാഗ്ദാനം പാലിക്കുന്നതിൽ പരാജയപ്പെട്ടതിനാൽ കൈപ്പേറിയ കണ്ണുനീർ പൊഴിക്കുകയായിരുന്നു ബ്രഹ്മാവ് കേണു. എനിക്ക് വെറുതെ പോകുവാൻ കഴിയില്ല. എൻ്റെ കണ്ണുനീർ കണ്ടിട്ടും ശിവൻ വരുന്നില്ല. ഞാനൊരു ശിശുവിനെപ്പോലെ വിലപിക്കുകയാണ്. എന്നിട്ടും അദ്ദേഹം എൻ്റെ പ്രാർത്ഥന ചെവിക്കൊള്ളുന്നില്ല. നിരാശയിൽ ഞാനിപ്പോൾ ആത്മാഹുതി നടത്തുവാൻ തീരുമാനിക്കുന്നു. ശിവൻ ഒരു നുണയനാണ്. അദ്ദേഹം ഒരിക്കലും വരാൻ പോകുന്നില്ല. അതിനാൽ ഞാൻ സ്വയം അഗ്നിപ്രവേശം നടത്തുക എന്നതാണ് ഏറ്റവും നല്ല തീരുമാനം. ആ വാക്കുകൾ പറഞ്ഞ ശേഷം ബ്രഹ്മാവ് ആത്മാഹുതി നടത്തി. അനുനിമിഷം ബ്രഹ്മാവിൻ്റെ വായിൽ നിന്ന് ശിവൻ പുറത്തേക്ക് വന്നു. ബ്രഹ്മാവിൻ്റെ വായിൽ നിന്ന് പുറത്തേക്ക് വന്നപ്പോൾ ശിവൻ കരച്ചിലോട് കരച്ചിലായിരുന്നു. അതേസമയം ബ്രഹ്മാവിനെ പുനരുജ്ജീവിപ്പിച്ചു. തൻ്റെ വായിൽ നിന്ന് പിറന്ന തൻ്റെ പുത്രനെ കണ്ടതോടെ ബ്രഹ്മാവിന് അതിയായ സന്തോഷം. എന്നാൽ ശിവൻ്റെ വിലാപവും കണ്ണുനീരും കണ്ടതോടെ ബ്രഹ്മാവിന് വലിയ വിഷമം. എന്തിനാണ് എൻ്റെ പ്രിയപുത്ര ഇങ്ങനെ നിലവിളിക്കുന്നത്? കഥനം സഹിക്കാനായില്ല ബ്രഹ്മാവിന്. മനുഷ്യാവതാരം എടുക്കുമ്പോൾ താൻ കരയുന്നത് ലോകം അജ്ഞതയിലേക്ക് കടക്കുന്നതിനാലാണ് എന്ന് ശിവൻ നിലവിളിച്ചുകൊണ്ട് പറഞ്ഞു. ഇക്കാരണത്താൽ ബ്രഹ്മാവ് അവന് രുദ്രൻ എന്ന് പേര് നൽകി. അതായത് ദയനീയമായി കരയുന്നവൻ എന്നർത്ഥം വരുന്ന രുദ്രൻ എന്ന പേരിന് നശിപ്പിക്കുന്നവൻ എന്ന മറ്റൊരർത്ഥം കൂടെയുണ്ട്. കാലക്രമേണ ശിവൻ തൻ്റെ തൃക്കണ്ണിൻ്റെ ശക്തി ഉപയോഗിച്ച് ആ പേരും അന്വർത്ഥമാക്കി. അങ്ങനെ ശിവന് രുദ്രൻ എന്ന പേര് കൂടി ലഭിച്ചു. പ്രിയരെ, വീഡിയോ കാണുന്നതോടൊപ്പം ചാനൽ വരിക്കാരാകുവാനും അറിയിപ്പുകൾ ലഭിക്കുന്നതിനായി കുടമണി ചിഹ്നം പ്രവർത്തനക്ഷമമാക്കുവാനും ഈ കഥയിൽ നിങ്ങൾ തൃപ്തരാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം അറിയിക്കുവാനും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാനും മറക്കരുത് പ്രിയ സുഹൃത്തുക്കളെ.